ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കാസർഗോഡ് നിന്നും മധുരൈക്കാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ മധുരൈ മീനാക്ഷി ടെമ്പിൾ, അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ വിഷ്വൽസായി പകർത്തിയിട്ടുണ്ട്. അപ്പോൾ മധുരൈ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് നെൽകൃഷികളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്കവിടെ ഒരുപാട് കൃഷിസ്ഥലങ്ങളാണ് കൂടുതലായി നമുക്ക് പോണ വഴിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് നമുക്ക്. അപ്പോൾ നമ്മൾ ട്രെയിനിലായിരുന്നു പോയത്. കാസർഗോഡ് നിന്ന് വൈകുന്നേരത്തെ ചെന്നൈ വണ്ടിക്ക് കയറി പാലക്കാട് ഇറങ്ങി, പാലക്കാട് നിന്ന് നേരെ മധുരയ്ക്കാണ് ട്രെയിൻ കയറിയത്. അപ്പോൾ അന്നേരം നമുക്ക് രാവിലത്തോടു കൂടി മധുര എത്താൻ വേണ്ടി സാധിക്കും. ആ രീതിക്കായിരുന്നു നമ്മൾ ട്രെയിൻ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് മധുരൈ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി സാധിക്കും. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി, എന്നിട്ട് മറ്റേ AC ലോഞ്ച് എടുത്ത് നമ്മളൊന്ന് ഫ്രഷായി, എന്നിട്ട് നേരെ മധുരൈ അമ്പലത്തിലേക്ക് നമ്മൾ പോയി. മധുരൈ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ ചായ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ തിരക്കൊക്കെ കുറവായിരുന്നു മധുരൈ അമ്പലത്തിൽ. എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ മറ്റേ ഗോപുരത്തിൻ്റെ മുൻവശത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ള രീതിക്കായിരുന്നു പോയത്. അന്ന് ഗോപുരം എന്തോ പെയിന്റ് പണി നടക്കുന്നതിനാലോ എന്തോ മറ്റു ഗോപുരം ഫുള്ള് കാണുന്നുണ്ടായിരുന്നില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഗോപുരം മുഴുവനായിട്ട് നമുക്ക് കാണുന്നുണ്ടായില്ല. ഒരു മറച്ചു വെച്ച പോലെ ഉണ്ടായിരുന്നു ഗോപുരം. എന്നിട്ട് നമ്മൾ ഗോപുരത്തിൻ്റെ അകത്തേക്ക് കൂടി ഉള്ളിൽ കയറി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെല്ലാം കണ്ട് തൊഴുതു വന്നു. ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി നമുക്ക് അനുവാദമില്ല. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു. എൻ്റെ അപ്പോൾ ഒന്നിച്ചില്ലവർ പറഞ്ഞു ഇവിടെ മധുരയിൽ ജിഗർദണ്ഡ ഫേമസ് ആണ്, അത് കുടിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അത് കുടിക്കാൻ വേണ്ടി നമ്മൾ നടന്നു. അപ്പോൾ നടക്കുന്ന സമയത്ത് വഴിയോരത്ത് ഒട്ടനവധി ചെറിയ ചെറിയ മാലകളും വളകളും എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഫേമസ് ജിഗർദണ്ഡ ഷോപ്പ്. മധുരയിൽ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങളവിടെ പോയെങ്കിൽ ഈ ജിഗർദണ്ഡ ഷോപ്പിൽ എന്തായാലും കയറി കഴിക്കണം, വളരെ ഫേമസ് ആണ്. എന്നിട്ട് നമ്മൾ ജിഗർദണ്ഡയൊക്കെ കഴിച്ച് അവിടുന്ന് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അതിൻ്റെ മുൻവശത്ത് തന്നെ ഊബറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ അന്നേരം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഊബർ വന്നു. എന്നിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലത്തേക്ക് പോയി. പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഈ സ്ഥലം മറ്റേ ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് പോയതാണ്. നമ്മൾ ആ തടാകത്തിൻ്റെ ഉള്ളിലേക്കാണ് ലക്ഷ്യം വെച്ചത്. അന്നേരം അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് ഇല്ലാന്നും ഈ പുറത്തുനിന്ന് കാണണമെന്നും പിന്നീടാണ് മനസ്സിലായത്. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്ത് തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അപ്പുറം ചെറിയ ക്ഷേത്രം പോലെ കണ്ടു. അവിടെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അമ്മ റെസ്റ്റോറൻറ്റിലായിരുന്നു പോയിരുന്നത്. കുറച്ച് ഫേമസ് ആണ് മധുരയിൽ, കുറച്ച്